1925 കൊച്ചി നിയമസഭയിലെ ആദ്യ യോഗത്തിന് ഒരു നൂറ്റാണ്ട്. കൊച്ചി രാജ്യത്തെ ജനങ്ങൾക്ക് വോട്ടവകാശം നൽകാൻ ചേർന്ന സമിതിയുടെ ആദ്യ യോഗം നടന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ്. ഇന്ന് കൊച്ചിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഹിൽ പാലസ് ഒരു കാലത്ത് കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു. 1925 ഏപ്രിൽ 3 കൊച്ചി രാജാവിന്റെ കൊട്ടാരമായിരുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ഒരു യോഗം നടന്നു. കൊച്ചി രാജ്യത്തെ ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകാനായി രൂപീകരിച്ച സമിതിയുടെ ആദ്യ യോഗമായിരുന്നു അത്. എനിക്ക് പിന്നിൽ കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണ സ്ഥിരാകേന്ദ്രവുമായിരുന്ന തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നടന്ന ആ യോഗത്തിന് ഒരു നൂറ്റാണ്ട് തികയുകയാണ്. കൊച്ചി രാജാവിന്റെ ആശീർവാദത്തോടെ തുടങ്ങിയ കൗൺസിലിന് 1/4 നൂറ്റാണ്ടു മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൊച്ചി രാജ്യത്തിന്റെ ചരിത്രത്തിൽ സംഭവബഹുലമായ ഏടായി മാറി ആ കാലം. ഇന്നത്തെ തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളുടെ ഭാഗങ്ങൾ ചേർന്ന പ്രദേശമായിരുന്നു കൊച്ചി. എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസം, ഭൂസ്വത്ത് തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ചാണ് വോട്ടർമാരെ തിരഞ്ഞെടുത്തത്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ പിന്നീട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും, തിരുക്കൊച്ചി സംയോജനത്തോടെ തിരുക്കൊച്ചി അസംബ്ലിയും, കേരള സംസ്ഥാന രൂപീകരണത്തോടെ കേരള നിയമസഭയുമായി മാറി. അന്ന് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യ യോഗം ചേർന്നത് ഹിൽ പാലസിലായിരുന്നു. പിന്നീട് സ്ഥിരം മന്ദിരം നിർമ്മിച്ചു. ജനപ്രതിനിധികളെ ഭരണത്തിൽ പങ്കാളിയാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനമായിരുന്നു കൊച്ചി ജനപ്രതിനിധി സഭയുടെ തുടക്കത്തിന് കാരണമായത്. എറണാകുളത്തെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് ഇന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. ബ്രിട്ടീഷ് അധിനിവേശ കാലത്തിന്റെയും രാജാധികാര കാലത്തിന്റെയും ചരിത്രമുറങ്ങുന്ന അമൂല്യ ശേഖരങ്ങളുണ്ട് ഇവിടെ. 50 ഏക്കറോളം വരുന്ന പ്രദേശത്ത് 30-ലധികം കെട്ടിടങ്ങളുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിന്റെയും ക്യാമ്പസിന്റെയും പരിപാലനം നിലവിൽ പുരാവസ്തു വകുപ്പും പൈതൃക പഠന കേന്ദ്രവും സംയുക്തമായാണ് നിർവഹിക്കുന്നത്. കൊച്ചി ഇന്ന് പഴയ കൊച്ചിയല്ല. രാജഭരണം പോയി ജനാധിപത്യം വന്നു. പക്ഷെ അപ്പോഴും രാജാധികാര കാലത്തു നിന്നും ജനാധിപത്യത്തിലേക്കുള്ള കേരളത്തിന്റെ യാത്രയുടെ ചരിത്രത്തിൽ സുപ്രധാന ഏടായി തുടരുന്നുണ്ട് കൊച്ചി രാജ്യവും രാജഭരണകാലവും. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ.